അത് 10 കൊല്ലം കാണാതിരുന്ന സ്വഭാവം ചിലപ്പോ നിങ്ങൾക്ക് കാണാൻ പറ്റി കെട്ടിക്കഴിഞ്ഞു. എന്നാ ഞാൻ നിന്നെ ശരിയാക്കി തരാതൊക്കെ. കല്യാണം നടക്കുക. അവനെ ഞാൻ കാണുമ്പോൾ എനിക്ക് ഭയങ്കര പാവായിട്ടുള്ള ഒരു വ്യക്തി. ഞാനും കുറച്ച് ടെറർ. അല്ല അങ്ങനെയല്ല, ഭയങ്കര ഡീപ്പർ കാര്യങ്ങളൊക്കെ അറിയാം. സാൻഡ്ര മരിച്ച ചാരം എന്ത് ചെയ്യണം അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ എന്റെ അടുത്ത് ചോദിച്ചാൽ പറയും. ഇപ്പഴേ അതെല്ലാം അല്ല മരണം പ്ലാൻ ചെയ്തെന്നല്ല, ഞാൻ എപ്പോഴും പണ്ട് മുതലേ ഇങ്ങനത്തെ നാളെ ജയിലിൽ കിടക്കും എനിക്ക് എന്തെങ്കിലും പറ്റിയ. അല്ല അങ്ങനെയല്ല. നിങ്ങളുടെ ഇടയിൽ ഫ്രണ്ട്ഷിപ്പ് ആണ് എല്ലാം. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സംഭവം വന്നിട്ടില്ല, ലവ് എന്ന് പറഞ്ഞ സംഭവം. പപ്പ വന്നാലും നിങ്ങൾ എത്ര ദിവസം ഒന്ന് ആലോചിച്ചു? എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തായിരുന്നു കല്യാണം കഴിക്കാം എന്നൊക്കെയുള്ള രീതിയിൽ ഒരു ഫീലിംഗ് വന്നായിരുന്നു. അപ്പൊ അപ്പൊ എനിക്ക് അങ്ങനെ ഒരിതിപ്പോ ഇവനോട് പറഞ്ഞവന് മറ്റേ എതിർപ്പൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്. 3 days ഉള്ളൂ, 5 days ഇല്ല. ഞാൻ അറിഞ്ഞത് അങ്ങനെയാണ്. അല്ല മറ്റേ ഹൽദി സംഗീതം അതൊക്കെ കട്ട് ചെയ്തു. ഞാൻ എറിഞ്ഞു അതിന് പകരാണ് മറ്റേ കേട്ട് വന്നേക്കാ ഹൽദിക്ക് പോവാം. ഇതിട്ട വല്ല ഓർമ്മ. അതെ അതെ അതെ, ഹൽദി കട്ടി ഹൽദി കട്ടി. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മുടെ ഓരോ വീടും നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷത്തെ വാറന്റിയാണ് നമ്മുടെ ഗ്യാരണ്ടി. ഇതുപോലൊരു വീടല്ലേ സർ ആഗ്രഹിക്കുന്നത്? ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. നമസ്കാരം നമസ്കാരം നമസ്കാരം. വെൽക്കം ടു മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ദ കെന്ന ഷോ ഓണപ്പൂരം 2026. ഇന്ന് എന്റെ കൂടെ നല്ല അടിപൊളി ഒരു പെയറാണ് ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവരെ അറിയില്ലാത്തതായിട്ട് ആരുമില്ല, കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള. ഇതിനു മുന്നേ നമ്മുടെ മൈൽസ്റ്റോൺ മേക്കേഴ്സിൽ തന്നെ വന്ന, ഇവരിപ്പോ കുറച്ച് വളർന്നു വലുതായിരിക്കുന്നു, വന്ന ഒരു അടിപൊളി പെയറാണ് നമ്മുടെ സ്വന്തം നിലിൻ സാന്ദ്ര ആൻഡ് ഷാമീൻ. നമസ്കാരം. എന്റെ ഇൻട്രോ കണ്ടിട്ട് പേടിച്ചിരിക്കുക. ഇൻട്രോ മാത്രമേ ഇത്രയും പഞ്ച്, ബാക്കി എല്ലാം സോഫ്റ്റ് ആയിട്ട്. ഞാൻ നിങ്ങളുടെ റെഫറൻസിന് വേണ്ടി നമ്മുടെ ചാനലിൽ തന്നെ പണ്ടത്തെ വീഡിയോസ് നോക്കുമ്പോഴത്തേന് ഷാമിന് എന്താ വ്യത്യാസാ, കൊറേ വർഷമായാലും ഇത്രയൊക്കെ ഒരാൾക്ക് മാറാൻ പറ്റൂലേ? എന്ത് തോന്നുന്നു അപ്പത്തെ ഷാമിൻ ഇപ്പത്തെ ഷാമിനിലേക്ക് വന്നപ്പോ? എല്ലാ രീതിയിലും നന്നായിരുന്നു, നല്ല വളർച്ചയുണ്ട്. അതെ, നല്ല വളർച്ച. ജിമ്മിലൊക്കെ പോയിരുന്നു. ജിമ്മിലൊക്കെ പോയി. നിങ്ങളുടെ ഓണം എവിടം വരെയായി? അത് കേൾക്കാം. ഓണത്തിന്റെ ഇടയിലാണ് ഞങ്ങളുടെ കല്യാണം. അത് കാരണം ഓണം അല്ല, മെയിൻലി കല്യാണത്തിന്റെ പരിപാടികളാണ് ഫോക്കസ്. ഓക്കെ, അപ്പൊ ഓണത്തിന്റെ ഇടയിലാണ് കല്യാണം. അപ്പൊ ഏകദേശമൊക്കെ ഡേറ്റ് ചിങ്ങമാസത്തില് ആ ഒരു സമയത്ത്. ഞങ്ങളെ പേടിച്ചിട്ട് എന്തായാലും ഇവര് പറയത്തില്ല, ക്യാമറയും പൊക്കി പിടിച്ചോണ്ട് വരുമല്ലോ എന്ന് ഓർത്ത്. അപ്പൊ കല്യാണ തിരക്കുകളാണ്. എനിക്കൊന്ന് കല്യാണത്തിന്റെ ആ ഒരു ഗ്ലോ ആന്ന് തോന്നുന്നു നിങ്ങളുടെ രണ്ടുപേരുടെ ഫേസിൽ കാണാൻ പറ്റുന്നത്. ഞാനൊന്നും ചെയ്യുന്നില്ല കേട്ടോ, എന്റെ നാച്ചുറൽ. കല്യാണത്തിലേക്ക് കിടക്കാൻ നേരത്ത് എന്തൊക്കെയാണ് ഇപ്പൊ മനസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്? ഷാമിൻ പറയട്ടെ ആദ്യം. ഞാനോ? സൗണ്ടിന്റെ മിക്സ് ആയിട്ടില്ല, പിന്നെ സാധനങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഡാൻസ് ഒക്കെ ഒന്ന് സെറ്റ് ആയി വരുന്നേ ഉള്ളൂ. അപ്പൊ സ്റ്റെപ്പ് തെറ്റുമോ എന്നുള്ളൊരു പേടിയുണ്ട്. പിന്നെ എത്ര ഡാൻസ് ഉണ്ട്? സാൻഡ്ര പറയുന്ന 2 ഡാൻസ് ആണ്. എത്രണ്ണം ഉണ്ടാവുമെന്ന് കൺഫേം ആയിട്ടില്ല. ഓക്കെ. എന്തൊക്കെയാണ്? ഫിലിം നോക്കണം, അതിന്റെ ഇടയ്ക്ക് കല്യാണത്തിന്റെ ഡാൻസ് പഠിക്കണം, സ്റ്റെപ്പ് തെറ്റാതിരിക്കണം. സാൻഡ്രയെ സംബന്ധിച്ചിടത്തോളം എവിടം വരെ കല്യാണമൊക്കെ? ഞാൻ കല്യാണത്തിന്റെ പരിപാടികളെല്ലാം ജാനുവരി തൊട്ട് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കാം. അപ്പൊ അത് കാരണം എനിക്ക് വലിയ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല. ഇനി കോസ്റ്റ്യൂം ഒക്കെ ഒന്നായി വരണം, അതൊക്കെ അത്രയ്ക്ക് കുറച്ച് കുഞ്ഞു കുഞ്ഞു പരിപാടികളേ ഉള്ളൂ. ഓക്കെ, കുറച്ച് കുഞ്ഞു കുഞ്ഞു പരിപാടി. പക്ഷെ
ഷാമിൻ. ഓഹോ നൈസായിട്ട് തന്നെ. അല്ല ഞാൻ ജാനുവരി തൊട്ട് പറയുന്നുണ്ട്. ആ അപ്പൊ എല്ലാരും സെറ്റ് ആക്കി വെച്ചാ അവരവർക്ക് കൊള്ളാന്ന്. സെറ്റാണ്, ഞങ്ങള് സെറ്റാണ് കേട്ടോ. ഞാൻ ചെറുക്കന്റെ ടീമാണോ ഇനി പെണ്ണിന്റെ ടീമാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഈ കല്യാണത്തിലേക്ക് പോകുമ്പോ നമുക്ക് കുറെ പേര് ഞാൻ പറയണ കേട്ടിട്ടുണ്ട്, ടെൻഷനാണ്. എന്തിന് ഞാൻ തന്നെ കല്യാണം കഴിഞ്ഞാണല്ലോ, എന്റെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ പോരാ. അപ്പൊ കുറച്ച് ടെൻഷനൊക്കെ ആവും, ഒരു വേറൊരു മാറ്റം. എന്തായാലും നിങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു അറിയാം, എന്നാലും കല്യാണം എന്ന് കേൾക്കുമ്പോ ഒരു റെസ്പോൺസിബിൾ ഒക്കെ വരില്ല. ആ ഒരു ടെൻഷൻ ഫേസ് നിങ്ങൾക്ക് ഇപ്പൊ അടിക്കുന്നുണ്ടോ ഇല്ലയോ? അങ്ങനെ ഇല്ലെന്ന് തോന്നുന്നല്ലേ. എന്ത് രീതിയിൽ, അതായത് ഞങ്ങള് മാരീഡ് ആയാൽ എങ്ങനെയായിരിക്കും? അല്ല, ഒരു റെസ്പോൺസിബിൾ പദവി വരുവാണല്ലോ, ഭാര്യ ഭർത്താവ്, അങ്ങനത്തെ ഒരു ഹസ്ബൻഡ് വൈഫ്, അങ്ങനത്തെ ഒരു. നമ്മള് ഒരു അറൌണ്ട് 10 years ആയിട്ട് ഫുൾ ടൈം ഒരുമിച്ചാണ്. അപ്പൊ അങ്ങനെ ഭയങ്കരമായ ഒരു ഡിഫറൻസ് ഒന്നും അങ്ങനെ ഫീൽ ഡിഫറൻസ് വരില്ല. എണീക്കുമ്പോൾ ഇവിടെയാണ് കാണുന്നത്. അപ്പൊ അങ്ങനെ പക്ഷെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര പ്രണയിച്ചാലും ഉണ്ടല്ലോ, 10 കൊല്ലം 15 കൊല്ലം പ്രണയിച്ചാലും കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ 10 കൊല്ലമായിട്ട് പ്രണയിക്കണമൊന്നുമല്ല. ഇല്ല, അതിന്റെ ഒരു കാര്യമുണ്ട്. അത് കാരണം ഞങ്ങള് ഇപ്പോഴും സത്യത്തിൽ കുറച്ചുകൂടെ പാടി ഈ പറഞ്ഞ മറ്റേ എന്താ പറയാ, ഇപ്പൊ ചിലയിടത്തൊക്കെ ചെല്ലുമ്പോ ഞാനിപ്പോ കോൺഷ്യസ്ലി മറ്റേ ആള് എന്നൊക്കെ പറയും. അതെനിക്ക് കുറച്ച് ബഹുമാനം അവൻ എന്നൊക്കെ പറയണതിന് പകരം കുറച്ച് പ്രായമായ ആൾക്കാരുടെ അടുത്തൊക്കെ ചെല്ലുമ്പോ ഞാനിപ്പോ ആലോചിച്ചിട്ട് ആള് എന്നൊക്കെ പറയും. അപ്പൊ അത് മാത്രം എനിക്ക് ഇച്ചിരി ടഫായിട്ടുള്ളൂ. വേറെ വ്യത്യാസം വേറെ. അന്ന് ഞങ്ങളുടെ ഇന്റർവ്യൂ വന്നപ്പോ നിങ്ങൾ എന്താ അതൊന്നും അല്ല. അപ്പൊ ശരിക്കും നിങ്ങൾ അന്ന് ഫ്രണ്ട്സ് ആയിരുന്നു? ഓ, ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളെ പറ്റിച്ചതായിരിക്കും എന്ന്. നിങ്ങള് പൊതുവെ അങ്ങനെയാണല്ലോ, എല്ലാ കാലത്തും ഫ്രണ്ട്സ് ആയിരുന്നു. ഇപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പാർട്ട്ണർ? എന്തായാലും ഇത്ര കൊല്ലം ഫ്രണ്ട്സ് ആയി, ഇനി വേറൊരാളെ തപ്പിപ്പിടിച്ചെടുക്കുന്നതിലും ഭേദമല്ല എല്ലാം അറിയാവുന്ന ഒരാൾ വരുന്നേ. അത് ഓർത്തിട്ടാണോ നിങ്ങൾ ഒന്നിക്കാന്ന് തീരുമാനിച്ചത്? എന്തിനാടാ നമ്മൾ ഒന്നിക്കാതെ? പ്രായമൊക്കെ ആയി വരികയാണല്ലോ, ഒരു കൂട്ടൊക്കെ വേണ്ടേ നമുക്ക്. അതൊരു ഫാക്ടറാണ്. പിന്നെ പുറത്തുനിന്ന് ഒരാള് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയില് ഭയങ്കര ഞാൻ മറ്റേ അല്ലെങ്കിൽ ഇവൻ മറ്റേ ബെസ്റ്റ് ആവേണ്ടി വരും. അത് കുറച്ച് വിയേർഡാണ്. അങ്ങനത്തെ ഒരു സ്പേസിലോട്ടൊന്നും ആരെ കൊണ്ടുവന്ന് അവരെ ഉപദ്രവിക്കണ്ടെന്നുള്ള രീതിയിൽ നിങ്ങൾ തന്നെ അങ്ങ് ഏറ്റെടുക്കാം, ആ ത്യാഗങ്ങൾ ഏറ്റെടുക്കാന്ന് വിചാരിച്ചു. ഓണാണല്ലോ, അപ്പൊ ഓണം എന്ന് കേൾക്കുമ്പോ നിങ്ങളുടെ മനസ്സിലേക്ക് ഫസ്റ്റ്ലി വരുന്ന ഒരു ഇമേജ് എന്താണ്? ഷാമിന്റെ മനസ്സിലേക്ക് എന്താണ് ഓണം എന്ന് കേൾക്കുമ്പോ? ഊഞ്ഞാല്, സദ്യ, അതൊന്നും പറയരുത് കേട്ടോ. ഓണം റിലീസസ് ആണ് ഞാൻ എപ്പോഴും ലുക്ക് ഫോർവേഡ് ചെയ്യുന്ന സാധനം. ഓക്കെ, മൂവി റിലീസസ് ആണ്. ഓക്കെ, ഡയറക്ടർ ആയതുകൊണ്ട് റൈറ്റർ ആയതുകൊണ്ട് അങ്ങനെയൊക്കെ ചിന്തിക്കാം. ഞാൻ ഓണത്തിനല്ല ഒരു പടം പോയി കാണാറുണ്ട്. അത് എന്റെ ഓണം അങ്ങനെയാണ്. ഓക്കെ, സെൻട്രയുടെ ഓണം അങ്ങനെയാണ്. സെൻട്രയുടെ ഓണം എന്റെ കൂടെ ആയിരിക്കുമല്ലോ മിക്കവാറും. 10 കൊല്ലമായിട്ട് ഷാമിൻ എന്താണോ മൂവി കാണാൻ പോവാണെങ്കിൽ ഞാൻ ഇവന്റെ വീട്ടിൽ കൊറേ കൊല്ലം ഇവരുടെ വീട്ടിൽ പോയിട്ട് ഓണസദ്യ കഴിച്ചിട്ടുണ്ട്. വീട്ടിൽ നിന്ന് കഴിക്കും. അതൊക്കെ തന്നെ എനിക്ക് അങ്ങനെ അത്ര വലിയ. പിന്നെ വല്ല എവിടെങ്കിലും എന്തെങ്കിലും അസോസിയേഷന്റെ കഥകള മത്സരം ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് കൊടുക്കും. ഓക്കെ. നിങ്ങൾ അസോസിയേറ്റ് ഇപ്പൊ വെബ് സീരീസ് നിങ്ങൾ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് കോണ്ടന്റ് ക്രിയേഷൻ നിങ്ങൾ ഒരുമിച്ച് ചെയ്യാറുണ്ടല്ലോ. അപ്പൊ ഇനിയിപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ് വരുമ്പോ ഇപ്പൊ ഫ്രണ്ട് എന്നുള്ള ഒരു ടാഗ് ലൈനിലാണല്ലോ നിങ്ങൾ നിന്നിട്ട് ചെയ്യുന്നത്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് വരുമ്പോ കുറച്ചും കൂടെ അധികാരമാവുമല്ലോ, കുറച്ചും കൂടെ ഒരു സ്ട്രിക്ട്നെസ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് അതിലേക്ക് അങ്ങനെ എപ്പോഴെങ്കിലും കല്യാണം കഴിഞ്ഞിട്ട് നീ എന്നെ ഭരിക്കാനൊന്നും നിക്കരുത് അല്ലെങ്കിൽ ചോദിക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ആളെ അങ്ങോട്ട് ശരിക്കും മനസ്സിലായിട്ടില്ല. തരണ്ടെന്ന് പറയാം. എന്നാലും അങ്ങനെ ഭരിക്കുന്ന അങ്ങനെ ആരോടും അങ്ങനെ ഭരണമൊന്നും ഇല്ലാത്ത കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ടാവല്ലോ ഷൂട്ടിന്റെ ഇടയ്ക്കൊക്കെ ആയാലും. നമ്മുടെ സ്വന്തം ഉള്ളതും നമുക്ക് അല്ലെങ്കിലും ഉണ്ടല്ലോ, അല്ലെങ്കിലും ഉണ്ട്. അങ്ങനെ മാറ്റം അറിയില്ല. കല്യാണം കഴിച്ചിട്ട് ഒരു ഷൂട്ടൊക്കെ വരുമ്പോഴാണല്ലോ ഇതൊക്കെ മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് എന്നെ അന്ന് പറഞ്ഞതൊക്കെ ഞാൻ ഓർക്കുന്നു. മാറില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. തെറ്റിദ്ധാരണ. ഞാൻ ലവ് മാരേജ് ഒക്കെ ചെയ്തിട്ട് ഇവിടെ വന്നിരിക്കണേന്ന്. അതെ, 10 കൊല്ലം കാണാതിരുന്ന സ്വഭാവം ചിലപ്പോ നിങ്ങൾക്ക് കാണാൻ പറ്റി കെട്ടിക്കഴിഞ്ഞിട്ട്. എന്നാ ഞാൻ നിന്നെ ശരിയാക്കി തരാതൊക്കെ. ഇത് കല്യാണം നടക്കുക ഇല്ല, ചുമ്മാ എക്സ്പീരിയൻസ്ഡ് ആണ് ആ കാര്യത്തിൽ. ഞാൻ നിങ്ങളെക്കാൾ കൂടുതൽ പക്വതയും പാകവുമായി മാറി കഴിഞ്ഞിരിക്കുന്നു. നിലിൻ വേറെ ഉണ്ടായിരുന്നു ഈ ഇന്റർവ്യൂല്.
ടിപ്സ് തന്നാ മതി ഇന്റർവ്യൂ. അതെ, ടിപ്സ് എല്ലാം ഞാൻ തരുന്നതായിരിക്കും. ഓണർ റിലീസ് എന്തെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ കോണ്ടന്റ് എന്തെങ്കിലും റിലീസ് അല്ല കല്യാണത്തിലേക്ക് തിരക്കിലേക്ക് പോകുന്നതിന് മുന്നേ അങ്ങനെ പ്രൊമോഷൻസ് നടക്കുന്നുണ്ട് ഇതിന്റെ ഇടയില് പടത്തിന്റെ. അതെ, ചിലപ്പോ ട്രെയിലർ ആ സമയത്ത് റിലീസ് ആവും. ഓക്കെ, ഞങ്ങള് കുറച്ച് എല്ലാരും കളിയാക്കണ വെച്ച കല്യാണം ബാലകാച്ചൽ സെറ്റപ്പ്. ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും ഷട്ടിൽ അടിച്ചോണ്ടിരിക്കും. എനിക്ക് തോന്നുന്നു കല്യാണത്തിന്റെ അന്ന് തന്നെ എന്തോ ഒരു ഇവന്റ് ഉണ്ട്, ഡേറ്റ് പറയരുത്. അത് കറക്റ്റ് അന്ന് തന്നെ. അപ്പൊ ആ ഇവന്റിന് ചിലപ്പോ ഞങ്ങള് കല്യാണത്തിന്റെ ആ സമയത്തൊന്നും അവിടെ നിന്ന് പോവേണ്ടിയൊക്കെ വരും. അതൊന്നും ഫിഗർ ഔട്ട് ചെയ്തിട്ടില്ല. അതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളിൽ മാത്രമേ എനിക്ക് സത്യത്തിൽ ഇപ്പൊ ടെൻഷൻ ഉള്ളൂ. ബാക്കി കാര്യങ്ങള് റിലേറ്റഡ് ടു മൂവിയാണ് ആ ഇവന്റ്. അല്ല, അതുകൊണ്ട് പോവാതിരിക്കാനും നല്ല ഇവന്റ് ആണ്. അപ്പൊ ഓക്കെ, ഇപ്പൊ നമ്മൾ സാധാരണ കേട്ടിട്ടില്ലേ കല്യാണ പെണ്ണ് കെട്ട് കഴിഞ്ഞ് നേരെ വിമാനത്തിലേക്ക് അല്ലെങ്കിൽ നേരെ വോട്ട് മറ്റേ പരീക്ഷയൊക്കെ വോട്ട് ചെയ്യാൻ പോകുന്നു. ഇപ്പൊ ദേ കല്യാണം കഴിഞ്ഞ് സാൻഡ്ര നേരെ സ്വന്തം മൂവി പ്രൊമോട്ട് ചെയ്യാനായിട്ട് വരുന്നു. പക്ഷെ ഞാൻ ആലോചിക്കുമ്പോ നല്ല കാര്യമാണല്ലോ, നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളാണല്ലോ എല്ലാം ഒരുമിച്ച് നടക്കുന്നു. അതിന്റെ ഒരു ഹാപ്പിനെസ് ഇസ് ദേർ. ഓക്കെ, ഈ ഒരു കല്യാണം എന്നൊരു മൊമെന്റിലേക്ക് ഒരു ഇനിഷ്യേറ്റീവ് ആദ്യം എടുത്തതായിരുന്നു നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയില്? എന്റെ പപ്പ. ഞാൻ ഷൂട്ടിന്റെ ഇടയിലായിരുന്നു. ഞാൻ ഷൂട്ട് ചെയ്തോണ്ടിരുന്നപ്പോഴാണ് ഇവര് വന്ന് പറഞ്ഞ കല്യാണമാണ് വരണം എന്നൊക്കെയുള്ള രീതിയിലാണ് ആക്ച്വലി നീ പറയുന്നത്. അല്ല, ഞാൻ എന്നെ വിളിച്ചിട്ടാണ് ഇങ്ങനെ എന്റെ ആന്റി ഇവന്റെ അമ്മ എല്ലാരും വിളിച്ചിട്ട് ഇങ്ങനെ ഓഗസ്റ്റിലാണ് കല്യാണം. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ ഈ പറയണേ, എന്താ ഇത് സംഭവിച്ചോണ്ടിരിക്കണം? എന്നിട്ട് പിന്നെ ഞാൻ ഇവന്റെ അടുത്ത് വന്ന് ഷൂട്ട് ചെയ്തോണ്ടിരിക്കാൻ തോണ്ടിട്ട് പറഞ്ഞു, അതെ ഇവരൊക്കെ പറയുന്നു നമ്മുടെ കല്യാണമാണ് ഓഗസ്റ്റിലും. ഇന്തോന്ന് പോയേ ഞാൻ ഷൂട്ട് ചെയ്യട്ടെ, അങ്ങനത്തെ രീതിയിലായിരുന്നു അത്. അപ്പൊ എനിക്ക് തോന്നുന്നു പപ്പയായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തതാണ്. പപ്പയ്ക്ക് ഇതിനെ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് പപ്പയ്ക്ക് ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം? കുറച്ചുനേരം എന്നോട് സംസാരിക്കുമോ? സംസാരിക്കുന്നില്ല, നീ ആക്ച്വലി മിണ്ടാണ്ടിരിക്കല്ല. പാവാന്ന് തോന്നുന്നു. 10 കൊല്ലം അറിയാവുന്ന ആളോട് ഇനിയൊന്നും പുറത്തു വരാനില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, എല്ലാം ഞാൻ പുറത്ത് കാണിച്ചു. ആക്ച്വലി മറ്റേ പീപ്പിൾസ് കൈ എല്ലാരെയും എവിടെ കൊണ്ടിട്ടാലും അവരുമായിട്ട് സംസാരിച്ചിരിക്കും. ഞാൻ കുറച്ച് അങ്ങനെ അല്ല. ഞാൻ ഭയങ്കര പാടാ എനിക്ക് ഓപ്പണൊക്കെ ആവാനും അങ്ങനത്തെ രീതിയില്. ഇവ നേരെ തിരിച്ചു. അതുകൊണ്ട് ഇവനെ അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. അധികം ആൾക്കാർക്ക് കണ്ടെടുത്ത കണ്ടു. എനിക്ക് ആദ്യം പേടി എനിക്ക് സാൻഡ്രേനെ ആയിരുന്നു. കുറച്ച് ബോൾഡ്, കുറച്ച് ഇതായിരുന്നു. ഇപ്പോഴും പേടി മാറ്റണ്ട. എന്തിനാ പേടി മാറ്റാൻ? പേടി മാറാൻ അല്ല, പക്ഷെ വന്നു കഴിയുമ്പോഴത്തേനും പിന്നെ എനിക്ക് പേടിയൊന്നുമില്ല. മൊത്തമായി മാറ്റേണ്ട പേടിയെന്നാണ്. അല്ല, ഇത് കുറച്ച് ബോൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണല്ലോ. അപ്പം നല്ലതാണ്, നല്ല അർത്ഥത്തിലാണ്. അപ്പൊ നമുക്കൊരു റെസ്പെക്റ്റും ഒരു ഇതൊക്കെ ഇങ്ങനെ വരുമല്ലോ. ശമനെ ആ കാണുമ്പോഴേ എനിക്ക് ഭയങ്കര പാവായിട്ടുള്ള ഒരു വ്യക്തി. ഞാനും കുറച്ച് ടെറർ എന്നും കരുതി അധികം എന്റെ തലയിലേക്ക് കേറണ്ടാവുന്ന. എനിക്ക് നിങ്ങളുടെ രണ്ടുപേരും സ്റ്റോറി പപ്പ ആദ്യം എനിക്ക് നിറത്തിലെ ചാക്കോച്ചനെയും ശാലിനിയും കളിയാക്കാറുണ്ട്. നമ്മളെപ്പോഴും മറ്റേ പറയുന്നില്ല. അങ്ങനെ കളിയാക്കി എന്നോട് ആരും പറഞ്ഞു തന്നിട്ടില്ല കണ്ടോ. ഞാൻ അപ്പൊ തന്നെ എനിക്ക് പെട്ടെന്ന് നിങ്ങളുടെ അച്ഛൻ ആലോചിക്കുന്നു വേറെ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇഷ്യൂ ആവോ എല്ലാം എനിക്ക് കണക്ട് ചെയ്തപ്പോ നിറം പോലെ എനിക്ക് തോന്നിയത്. അവർക്ക് വേറെ ഒരാൾ വന്നു കഴിഞ്ഞപ്പോഴും മനസ്സിലായത് അവരുടെ ഇടയിൽ എന്തോ ഉണ്ടെന്ന്. നിങ്ങൾ അതിനു മുന്നേ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്ന സമയത്ത് ഷാമിന് ഇങ്ങനെ ഇവള് കൊള്ളാലേ, ഈ കുട്ടി കൊള്ളാലേ എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ടോ? വരുന്ന വഴിയും കൂടി അങ്ങനെ പറയാറുണ്ട്. എന്തിനാ അപ്പൊ? അല്ല, ഇവൻ ആക്ച്വലി ഞങ്ങള് മീറ്റ് ചെയ്ത സമയത്ത് ചെറിയൊരു ആട്ടം ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ അന്നേ അതങ്ങ് നിർത്തിച്ചു. ഷാമിൻ പറയുന്നത് ഷാമിൻ ട്രൈ ചെയ്യുകയായിരുന്നു എന്നാണ്. ഞാൻ വളരെ പെർസിസ്റ്റന്റ് ആണ്. സാധനം കിട്ടിയ പിന്നെ അതിലേക്ക് ഈ പപ്പ എന്തായാലും പറഞ്ഞു ഓക്കെ നിങ്ങളുടെ ഇടയിൽ ഫ്രണ്ട്ഷിപ്പ് ആണ് എല്ലാം. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ആ ഒരു സംഭവം വന്നിട്ടില്ല, ലവ് എന്ന് പറഞ്ഞ സംഭവം. പപ്പ വന്നാലും നിങ്ങൾ എത്ര ദിവസം ഒന്ന് ആലോചിച്ചു? ഇപ്പൊ ഫാദർ ഇങ്ങനെ പറഞ്ഞാലും ഈ ഒരു മാരേജ് നിങ്ങൾ എങ്ങനെയാ, അതെങ്ങനെ നിങ്ങളുടെ മനസ്സിൽ? അതിന് മുന്നേ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തായിരുന്നു കല്യാണം കഴിക്കാം എന്നൊക്കെയുള്ള രീതിയിൽ ഒരു ഫീലിംഗ് വന്നായിരുന്നു. ഒരു അപ്പൊ എന്താടാ അപ്പൊ എനിക്ക് അങ്ങനെ അതിപ്പോ ഇവനോട് പറഞ്ഞ ഇവന് മറ്റേ എതിർപ്പൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്. അതെന്താ ഷാമിനെ എതിർത്താലല്ലേ? ഷാമിനൊന്ന് എതിർക്കാം. സാൻഡ്ര 2 മിനിറ്റ് സമയം തരും, എതിർത്തോളൂ.
എതിർത്ത് കഴിഞ്ഞില്ലേ, ഇനി വേണ്ട. എതിർപ്പൊന്നും തോന്നില്ല, അത്രയും കോൺഫിഡൻസ് ആയിരുന്നു എനിക്കൊരു ഒരു ആട്ടമല്ല ചാഞ്ചാട്ടം ചാഞ്ചാട്ടമായിരുന്നു. ആ, ആ. നോക്കിയാൽ മനസ്സിലാവുമല്ലോ. അപ്പൊ Okay. അതുകൊണ്ട് എനിക്കൊന്ന് നിങ്ങളെ അറിയാവുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്യാങ്ങിനൊക്കെ ഇതൊരു നെറ്റല് ഉണ്ടാവും. ഇത് ലാസ്റ്റ് actually, കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ തന്നെ എല്ലാവരും വരുള്ളൂ. കുറച്ച് നോർമലായിരുന്നു. കാരണം അതെ. എനിക്ക് തോന്നുന്നു നമ്മൾക്ക് മാത്രമേ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എല്ലാവരും അങ്ങനെ ഒരു സ്ഥിരം കാര്യം അങ്ങനെ നമ്മുടെ ഒരു സാധനം ഫ്രണ്ട്സ് പറയും. പറയുന്ന സാധനം നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രമേ പറ്റുള്ളൂ, വേറെ ആർക്കും അത് നമ്മളൊരു 1-2 തവണ കണ്ട ആൾക്കാർ വരെ, ഇപ്പൊ ഷമിത ഡോക്ടർ അടക്കമുള്ള ആൾക്കാരൊക്കെ ഐ മീൻ ലൈക്ക് നമ്മളൊരു ആയുർവേദ അവിടെ പോകുമ്പോ അവരും പറയും കറക്റ്റ് ആൾക്കാരെയാണ് നിങ്ങൾക്ക് കിട്ടി, അങ്ങനത്തെ ഒരു ഇത്. അപ്പൊ അത് ജനറലി അങ്ങനെ ആൾക്കാർ പറയും. അതെ. ഞാൻ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാനും പറയാം നിങ്ങൾ കറക്റ്റ് ആണോ അല്ലയോ മറ്റേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവല്ലേ? ഇല്ല Thank you. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് മെയ്ഡ് ഫോർ ഈച്ച് അത് നിങ്ങൾക്ക് വെഡിങ്ങിന് പോരാ. ഇതൊന്നും ഇപ്പൊ വെഡിങ് അല്ലല്ലോ. എനിക്ക് അതൊക്കെ പേടിയാ. മനപ്പൂരത്തല്ലേ അറിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ആ കാര്യങ്ങളൊക്കെ ഒന്നും. പക്ഷെ ഭയങ്കര ഡീപ്പർ കാര്യങ്ങളൊക്കെ അറിയാം. അതായത് ഡീപ്പസ്റ്റ് ഇൻസെക്യൂരിറ്റി എന്താണ്, ഡീപ്പസ്റ്റ് ഫിയർ എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കുറെ സെൻട്രൽ മരിച്ച ചാരം എന്ത് ചെയ്യണം, അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ എന്റെ അടുത്ത് ചോദിച്ചാൽ പറയാം. ഇപ്പഴേ അതെല്ലാം അങ്ങനത്തെ എല്ലാ അല്ല, കാര്യങ്ങളും മരണം പ്ലാൻ ചെയ്തൊന്നല്ല. ഞാൻ എപ്പോഴും പണ്ട് മുതലേ ഇങ്ങനത്തെ നാളെ ജയിലിൽ കിടക്കും എനിക്ക് എന്തെങ്കിലും പറ്റിയ. അല്ല അങ്ങനെയല്ലെന്ന് പറ സെൻട്ര. അല്ല ഞാൻ കുറച്ചും കൂടെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇങ്ങനെ പ്ലാൻ ഒക്കെ അതൊക്കെ ഞാൻ പണ്ട് മുതലേ ഇവനോടാ പറയുന്നത്. ഞാനിപ്പോ എവിടെയെങ്കിലും പൈസ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും ഇന്ന സ്ഥലത്ത് പൈസ ഇട്ട് വെച്ചിട്ടുണ്ട്, മരിച്ചു പോയാ അതെടുത്ത് നീ പുട്ടടിക്കരുത് വീട്ടിൽ കൂടി. അതെ എന്റെ വീട്ടുകാരൊക്കെ അങ്ങനത്തെ രീതിയിൽ. അപ്പൊ ഞാൻ എല്ലാം പറയുന്ന ആൾ ഇവനാണ് കഴിഞ്ഞ കൊറേ വർഷം. അതൊക്കെ അറിയാം നമുക്ക്. അല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ ചിലപ്പോ ഞങ്ങൾക്ക് ഫേവറേറ്റ് കളർ ചോദിച്ചറിയില്ല, ഫേവറേറ്റ് അറിയില്ല അല്ലേ? അങ്ങനത്തെ ചോദിച്ചിട്ടുണ്ട്. ചെറിയ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ ഞങ്ങൾക്ക് അറിയില്ല, വലിയ പാരഗ്രാഫ്. അതെന്താന്ന് വെച്ചാൽ ഒന്ന് നമ്മുടെ ഇഷ്ടങ്ങൾ കോൺസ്റ്റന്റ്ലി ഇവോൾവ് ചെയ്തോണ്ടിരിക്കുകയാണ്. 10 വർഷമായിട്ട് കാണുന്ന ആൾക്കാരല്ലേ, അന്നത്തെ ഫേവറേറ്റ് കളർ ആയിരിക്കില്ല 10 വർഷത്തിന് ശേഷമുള്ള ഫേവറേറ്റ് കളർ. അതെ. അപ്പൊ അങ്ങനെ എല്ലാ കാര്യങ്ങളും മാറി. ഞാൻ ഇന്ന് അവനോട് പറയായിരുന്നു ഞാൻ പിങ്ക് ഇടില്ലായിരുന്നു. പിങ്ക് വാസ് നെവർ ഇൻ മൈ വാർഡ്രോബ്. ആ കളർ ഇപ്പൊ എന്റെ വാർഡ്രോബ് നിറച്ച് പിങ്കാ. അപ്പൊ പെട്ടെന്ന് നമ്മുടെ കൂടെയുള്ള ഒരാൾ വിചാരിക്കില്ലേ ഇയാൾക്ക് ഇപ്പൊ പിങ്ക് ആണോ ഇഷ്ടം, ഇയാൾക്ക് മുമ്പ് എന്താ. അങ്ങനത്തെ ആ ഒരു എവല്യൂഷന്റെ പ്രശ്നം നമ്മൾ കുറെ നാളായിട്ട് ഇങ്ങനെ ഇവോൾവ് ആയി വരുന്നതിന്റെ ആണ്. ഓക്കെ. ഇപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരേ ടേസ്റ്റ് ആണ്, ലൈക്ക് റൈറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്ഷൻ, ആക്ടിങ് എല്ലാം. അപ്പം നിങ്ങൾ രണ്ടുപേരും എങ്ങനെ ഈ 10 വർഷം മുന്നേ എങ്ങനെ കണ്ടുമുട്ടിയത്? ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാ? മടുത്തു. കോളേജില് ഇവൻ ഞാൻ MA സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എക്കണോമിക്സ്. അപ്പൊ ഇവരുടെ ഫൈനൽ ഇയർ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ വേണ്ടി അങ്ങനെ എന്നെ വിളിച്ചത്. അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. ആ ഫ്രണ്ട്ഷിപ്പിന് സ്റ്റാർട്ട് ആയത് അങ്ങനെയായിരുന്നു. പിന്നെ ആ ഫ്രണ്ട്ഷിപ്പ് ഇത്രയും ഇയേഴ്സ് ആയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ഇഷ്യൂസ് അല്ലെങ്കിൽ എങ്ങനെ എന്ത് ടോപ്പിക്കിലാണ് നിങ്ങൾ വഴക്കൂടുന്നത്? കൂടുതലും പ്രൊഫഷണൽ വേസ് ആണോ? പ്രൊഫഷണൽ വേസ് ആണ്. ഓക്കെ. നിങ്ങളുടെ വെഡിങ് എങ്ങനെ പ്ലാൻ ചെയ്തത്? ഇന്റിമേറ്റ് വെഡിങ് ആണോ അതോ ഭയങ്കര ഗ്രാൻഡ് ആയിട്ടാണോ? ആൾക്കാര് രണ്ട് രീതിയിലും ചെയ്യുന്നുണ്ട്. അതായത് ഗ്രാൻഡ് ഇല്ല, അതായത് ഒരു ചടങ്ങുകള് ഇന്റിമേറ്റ് ആയിട്ട് വളരെ ക്ലോസ് ഫാമിലി മാത്രം ആയിട്ട് വി ആർ ഹാവിങ് ഒരു താലികെട്ട്, പിന്നെ ഒരു ഇംഗ്ലീഷ് വെഡിങ് പോലെ അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു റിസപ്ഷനിലായിരിക്കും എല്ലാരും ഉള്ളത്. ഓക്കെ. എല്ലാം കൊച്ചി വെച്ച് തന്നെയാണോ? എല്ലാം കൊച്ചി. എത്ര ഡേയ്സ് പ്രോഗ്രാംസ് ആണ്? 3 ഡേയ്സ് ഉള്ളൂ? 5 ഡേയ്സ് ഇല്ല? ഞാൻ അറിഞ്ഞത് അങ്ങനെയാണ്. മറ്റേ ഹൽദി സംഗീതം അതൊക്കെ കട്ട് ചെയ്തു. ഞാൻ എറിഞ്ഞു നോക്കിയത്. അതിന് പകരാണ് മഞ്ഞക്കെട്ട് വന്നേക്ക ഹൽദിക്ക് പോവാം. ഇതിട്ട വല്ല ഓർമ്മയോ? ഇല്ല. ഓഹോ, 3 ഫംഗ്ഷനേ ഉള്ളൂ. ഓക്കെ. ഇതിൽ ഏത് ഫംഗ്ഷനെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നത്? 3 ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടോ അതോ ലാസ്റ്റ് മാത്രമേ ഉള്ളൂ? കാര്യമായിട്ട് ഞങ്ങൾ സമ്മാനമൊക്കെ പ്രതീക്ഷ ഇങ്ങനെ ഇപ്പളെ പ്ലാൻ ചെയ്യണല്ലോ, നമുക്ക് എല്ലാം മൈൽസ്റ്റോൺ സമ്മാനം തരാനാണെന്ന് പറഞ്ഞിട്ട്. ഉഗ്ര സമ്മാനം. നിലീൻ സാന്ദ്രയുടെ വിവാഹത്തിന് നടന്നത് എന്ത്? ഒന്നും ഞങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യില്ല. ഓക്കെ. അപ്പൊ വെഡിങ് ഒക്കെ ഇപ്പോഴത്തെ ട്രെൻഡിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ പേര് വെഡിങ്ങിന് ചെലവാക്കുന്ന ഫണ്ട് എല്ലാം ഇങ്ങനെ സ്വരി കൂട്ടിയിട്ട് ഒരു വലിയ ഇന്റർനാഷണൽ ട്രിപ്പ് ഒക്കെ അടിക്കും. വെഡിങ്ങിന് ഇത്ര ഫണ്ട്. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണ്? ഫണ്ട് വളരെ കുറച്ചിട്ട് ഫ്യൂച്ചറിലേക്ക് ഇല്ല. അതായത് ട്രിപ്പിന് പോകുന്ന കല്യാണം നടത്തുക എന്നുള്ളത് എന്റെ
പപ്പയുടെ ആഗ്രഹമാണ്. അതെ. അതായത് ഹി വോണ്ട്സ് ടു ഡു ദിസ് ഫോർ ഹിസ് ഡോട്ടർ, ഓക്കെ. അങ്ങനത്തെ ഒരു സാധനം. ആ പൈസ എടുത്തിട്ട് ഞാൻ ട്രിപ്പ് പോകുന്നതിനോട് എനിക്ക് ട്രിപ്പ് പോണെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ പൈസ ഒന്ന് പോവാന്നുള്ളത്. അല്ലെങ്കിൽ ഓ പപ്പയായിരുന്നല്ലോ അല്ലേ എല്ലാ കല്യാണം നടത്തുന്നത് അവരാണല്ലോ, അതായത് വീട്ടുകാരാണ് കല്യാണം നടത്തുന്നത്, അവരുടെ ആഗ്രഹമാണ് കല്യാണം നടത്തുക എന്നുള്ളത്. എന്റെ ആഗ്രഹത്തിലാണ് ഈ പറഞ്ഞ ഫങ്ഷൻസ് ഇങ്ങനെ ചെറുതാക്കി, അവരുടെ ആഗ്രഹം പോലെ പോയാൽ ഇതൊരു മഹാമഹാവും. അതിനെ ചുരുക്കി ഈ ചടങ്ങുകളുടെ പരിപാടി മാത്രമെങ്കിലും ഇന്റിമേറ്റ് ആക്കിച്ചു. ആൻഡ് പക്ഷെ അവര് റിസപ്ഷൻ അവർക്ക് നടത്തണം എന്നുള്ള രീതിയിൽ, ഇവന്റെ വീട്ടിലും രണ്ട് കൂട്ടർക്കും റിസപ്ഷൻ വലുതാക്കി നടത്തണം എന്നുള്ള രീതിയിൽ റിസപ്ഷൻ ഇസ് ഹാപ്പനിങ്. ഓക്കെ. എന്ത് കാര്യത്തിലാ പേരന്റ്സ് നിങ്ങൾ ഇപ്പൊ എനിക്ക് പിന്നെ മറ്റേ വെഡിങ്സ് ഇഷ്ടമാണ് കേട്ടോ. ബേസിക്കലി പീപ്പിൾ കമ്മിങ് ടുഗദർ ആൻഡ് ഹാവിങ് ഫൺ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എന്നാ പോലും ഇപ്പൊ അവർക്ക് അത് ചെയ്യുന്നോണ്ട് അവർക്ക് സന്തോഷം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ലെറ്റ് ദം ഡു ഇറ്റ്. നോ, എനിക്ക് ഇഷ്ടമാണ് അത്. ആൾക്കാർ ഈ കല്യാണത്തിന് വരുന്ന ഈ ക്ലോസ് ആയിട്ടുള്ള ഇത്രയും ആൾക്കാരുണ്ടല്ലോ, വെരി ക്ലോസ് ഫ്രണ്ട്സ് ആൻഡ് വെരി ക്ലോസ് ഫാമിലി, ഇവരെ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇവരെല്ലാരും അന്നത്തെ ദിവസം ഭയങ്കര ഹാപ്പി ആവുന്നത് കാണുന്നതാണ് എന്റെ. അല്ല, അന്നത്തെ ദിവസം എന്നല്ലട്ടെ, ഈ പ്രോസസ്സില് ഇപ്പൊ ഈ പടത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ പ്രോസസ്സിൽ ഏറ്റവും ഹാപ്പിനെസ് കിട്ടുന്നത് നമ്മുടെ കല്യാണത്തിനൊക്കെ ആൾക്കാരൊക്കെ എക്സൈറ്റഡ് ആയിട്ട് അവരെന്തൊക്കെയോ ഡ്രസ് എടുക്കാൻ പോകുന്നതും എന്നെ വിളിച്ചിട്ട് ഡ്രസ് കാണിക്കുന്നതും ഞങ്ങള് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നതും അതൊക്കെ ഭയങ്കര ഹാപ്പിനെസ്. ഡാൻസ് പ്രാക്ടീസസ് ഒക്കെ പല അവരുടെ ഐഡിയ, അവരുടെ എന്തൂസിയാസത്തിന്റെ ഭാഗമായിട്ടാണ്. എനിക്ക് നമ്മുടെ കല്യാണത്തിന് നമ്മളെക്കാൾ എക്സൈറ്റ്മെന്റ് ചുറ്റും അങ്ങനെയുള്ള ആൾക്കാർ ചുറ്റിനും ഉള്ളതൊക്കെ തന്നെ അങ്ങനെയുള്ളത്. എനിക്ക് അതൊക്കെ കാണുമ്പോ ചുരുക്കി നടത്താണ്ട് നമ്മളിങ്ങനെ ഹാവിങ് എ ഫംഗ്ഷൻ ഭയങ്കര നല്ല അടിപൊളിയായി ഇതൊക്കെ. അതെ, എനിക്കിഷ്ടം ഇങ്ങനെ ഒരുങ്ങി എല്ലാവരുടെ സ്നേഹവും ആ ഒരു ഹാപ്പിനെസ് ഒക്കെ കാണാൻ ഇഷ്ടം. ഇപ്പൊ പലരിടത്തും ഗ്രൂം ആൻഡ് ബ്രൈഡിന് പല ചിന്തകൾ അല്ലെങ്കിൽ പല രീതിയായിരിക്കും, പാരന്റ്സിന് പല രീതിയായിരിക്കും. അപ്പൊ അവിടെ ഒരു ജസ്റ്റ് ഒരു ക്ലാഷ് വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ പാരന്റ്സ് ആയിട്ട് എന്തിലായിരിക്കും ഏറ്റവും കൂടുതൽ കല്യാണത്തിന്റെ ഇതിലെ ക്ലാഷ് വന്നേ? ഞങ്ങൾ തമ്മിൽ തന്നെ എനിക്ക് പേഴ്സണലി ഇത്ര അല്ല അങ്ങനെയല്ല, അല്ല ക്ലാഷ് ഒന്നുമില്ല. അത് എനിക്ക് പേഴ്സണലി അങ്ങനെ ആഡംബരമോ അങ്ങനെ കല്യാണം വളരെ ചെറിയ കുറച്ച് ഇതുപോലെ തന്നെ ഒരു ഇന്റിമേറ്റ് ആയിട്ടോ രജിസ്റ്റർ ഓഫീസിൽ അങ്ങനെയൊക്കെ ഒരു ഇതാണ് കൂടുതൽ താല്പര്യം. എന്നിട്ട് ഇതേപോലെ ഈ പൈസ അങ്ങനെ വേസ്റ്റ് ആക്കാതെ ഈ പൈസയൊക്കെ യൂസ് ചെയ്ത് എന്തെങ്കിലും ഒരു പരിപാടി സെറ്റ് ചെയ്യുക, ട്രാവൽ ചെയ്യണോന്നല്ല എന്തെങ്കിലും ചെയ്യാം. പക്ഷെ അങ്ങനെ നമ്മൾ സംസാരിച്ചു വന്നപ്പോ പുള്ളിക്കാരി എൻ്റെ അടുത്ത് ഭയങ്കര വാലിഡ് ആയിട്ട് ഒരു സാധനം ചോദിച്ചു, ഇൻ 10 years നമ്മൾ എന്നിട്ട് എവിടെയൊക്കെ പോയി എന്ന് ചോദിച്ചു. അല്ല, അത് ഞാൻ കാറ് മേടിക്കാൻ നേരം തോന്നുന്നു. ഞാൻ കാറ് മേടിക്കാൻ പോവായിരുന്നു. അപ്പൊ ഇവൻ ഇങ്ങനെ നമ്മളിങ്ങനെ കാറിന്റെ പരിപാടികളൊക്കെ എത്ര, ഇപ്പൊ നമുക്ക് ഡൗൺ എത്ര, ഞാൻ ഭയങ്കര ഫിനാൻഷ്യൽ പ്ലാനിങ് ഉള്ള ആളാണ്. അതായത് ഞാൻ വിചാരിച്ചു എനിക്കൊക്കെ ഞാനപ്പോ എന്റെ എനിക്ക് കാർ എടുക്കണം. ഞാൻ കാർ എടുക്കാൻ തീരുമാനിച്ച് ഇത്ര നാളിനുള്ളിൽ ഞാൻ കാർ എടുത്തു. കാറിന് ഡൗൺ എത്ര കൊടുക്കണം, EMI എത്ര വരും, എന്റെ അത്രയും നാളത്തെ പെട്രോൾ കോസ്റ്റ്, ഇതൊക്കെ ഞാൻ എഴുതി വെച്ച് ഞാൻ എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഞാൻ ഇവനോട് പറഞ്ഞു ഞാൻ ഇന്ന കാറാണ് എടുക്കാൻ പോണേ. അപ്പൊ ഇവൻ എന്റെ അടുത്ത് ചോദിച്ചു ഇത് വേണോ നമുക്ക്, ഇപ്പൊ നമുക്കിത് അപ്പൊ ഞാൻ ഹാൻഡിൽ ചെയ്യണ്ടേ, ഇത് എന്റെ കാറായിട്ടാണ് ഞാൻ അപ്പൊ അങ്ങനെ പറയുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു നീ ഇതിനൊക്കെ ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇവൻ എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. ഏതോ ഒരാളിരുന്ന് പറയുന്നത് അയാള് മറ്റേ എക്സ്പെൻസസ് ഇങ്ങനെ മെറ്റീരിയൽ സാധനങ്ങളിൽ സ്പെൻഡ് ചെയ്യാതെ ട്രിപ്സ് പോണം എക്സ്പീരിയൻസ്. അപ്പൊ ഞാൻ ചോദിച്ചു മോനെ നമ്മൾക്ക് കാർ ഇല്ലാതിരുന്ന 9 വർഷം നമ്മൾ പോയ സ്ഥലങ്ങളോ എന്ന് പറഞ്ഞു. അതായത് നമ്മളടുത്ത് പോയിട്ടില്ല, അത് ടൈമില്ല, നമ്മൾ ഈ അലച്ചിലിന്റെ ഇടയിൽ അത് പറ്റുന്നില്ല. ആൻഡ് കാറ് വന്നതിന് ശേഷം ചോദിച്ചു നോക്കൂ എത്ര രൂപ ലാഭിച്ചു എന്ന്. കാരണം എന്റെ കാർ ഞാൻ ഇലക്ട്രിക് കാർ എടുത്തു, എന്റെ കോസ്റ്റ് ഞാൻ അങ്ങനത്തെ രീതിയിലാണ് മാനേജ് ചെയ്തത്. വീട് സോളാറാണ്, പല കാര്യങ്ങളില് എന്റെ എത്ര രൂപ കട്ടായി എന്നുള്ളത് ഇപ്പൊ ആദ്യം കഴിക്കും പിന്നെ അങ്ങനത്തെ രീതിയിൽ. അതേപോലെ കല്യാണത്തിന്റെ കാര്യം വന്നപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇവൻ മാത്രല്ല ഇവന്റെ വീട്ടിൽ നിന്നാണെങ്കിലും എന്റെ വീട്ടിൽ നിന്നാണെങ്കിലും എല്ലാവർക്കും ഞാൻ സംസാരിക്കുമ്പോ ആൾക്കാര് കേട്ട് എന്റെ ഡിസിഷനെ റെസ്പെക്ട് ചെയ്ത് എനിക്ക് തരാറുണ്ട്. അതെനിക്ക് ഭയങ്കര, കാരണം സാൻഡ്രയ്ക്ക് ഭയങ്കര ക്ലാരിറ്റിയാണ്. അതായത് ഈ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളിങ്ങനെ പറയും നമുക്ക് പ്ലാനിങ് ഉണ്ടെന്നും നമുക്ക് പ്ലാൻസ് ഉണ്ടെന്നും ഒക്കെ പറയും. ഞാൻ തമാശ പറഞ്ഞല്ല, അടുത്ത 2 വർഷത്തേക്ക് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ കേട്ടപ്പോ എനിക്ക് ഇത്രയും എനിക്ക് പൈസേനെ കുറിച്ചൊന്നല്ല, എനിക്ക് ജീവിതത്തിൽ ഒരു കാര്യത്തെ കുറിച്ചും എനിക്ക് ഇത്രയും ക്ലാരിറ്റി ഇല്ല എന്ന് തോന്നുന്നു. അപ്പൊ പുള്ളിക്കാരി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിന്റെ പിന്നിൽ തക്കതായ ഒരു കാര്യം. ചോദിച്ചോളൂ
ഞാൻ എല്ലാ കാര്യവും ആലോചിച്ച് റിസർച്ച് ചെയ്ത് പഠിച്ചിട്ടേ ചെയ്യുള്ളൂ. ഞാൻ പറഞ്ഞ ചെറിയ കാര്യങ്ങളും എന്റെ മുഖത്തൊരു ക്രീം തേക്കണമെങ്കിൽ പോലും ഞാൻ പഠിച്ച് റിസർച്ച് ചെയ്ത് വായിച്ചിട്ടേ ഞാനത് ചെയ്യുള്ളൂ. അത്രയും ഇതുള്ള ആളാ. ഞാൻ കല്യാണം ഇങ്ങനെ നടത്തണോന്നുള്ളത് ഈ ഷാമിൻ എന്ന് പറഞ്ഞ ആളൊക്കെ പോട്ടെ, നീ കല്യാണം നടത്താൻ വേണ്ടി തന്നെ ഇൻസ്റ്റഗ്രാം തുടങ്ങിയ കാലം തൊട്ട് എന്റെ ഇൻസ്റ്റഗ്രാം ഫുൾ, എനിക്ക് തോന്നുന്നത് അത് കുറെ പെൺകുട്ടികളുടെ അങ്ങനെ ആയിരിക്കും. ഇൻസ്റ്റഗ്രാം ഫുൾ കല്യാണത്തിന്റെ സാധനങ്ങൾ ഇങ്ങനെ സേവ് ചെയ്തിട്ടേക്കും. അപ്പൊ ഞാനത് വളരെ സീരിയസ് ആയിട്ട് ഞാൻ ഇങ്ങനെ എന്തൊക്കെ ചെയ്യണം, ഡെക്കോർ എങ്ങനത്തെ, അപ്പൊ കുറച്ചാളയുമ്പോ അത് ഔട്ട്ഡേറ്റഡ് ആവും, അത് മാറ്റി പുതിയത് എങ്ങനെയാണ്, അങ്ങനത്തെ എല്ലാ സാധനവും സേവ് ചെയ്തിട്ടേക്കും. അപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അത് ഗ്രീൻ ഫ്ലാഗ് ആണോ റെഡ് ഫ്ലാഗ് ആണോ, രണ്ടുപേർക്ക് ഒപ്പീനിയൻ എടുക്കാം അല്ലെ. ചെക്ക് ഫോൺ നോട്ടിഫിക്കേഷൻ, ഗ്രീൻ ഫ്ലാഗ് റെഡ് ഫ്ലാഗ്? പറ, രണ്ടുപേർക്ക് ഇൻഡിവിജ്വൽ ആൻസേഴ്സ് ആയിരിക്കുമല്ലോ. എന്റെ ഇതില് എനിക്കത് ഗ്രീൻ ഫ്ലാഗും അല്ല റെഡ് ഫ്ലാഗും അല്ല, ഡിപ്പെൻഡ്സ് ഓൺ ദ സിറ്റുവേഷൻ. ഷാമിൻ? എനിക്കത് റെഡ് ഫ്ലാഗ് ആണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം നോട്ടിഫിക്കേഷൻ, ഒരു പാർട്ട്ണർഷിപ്പിലാണെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുന്ന ഇത്ര മറക്കേണ്ട കാര്യം ഉണ്ടാവില്ല. ഒരു റിലേഷൻഷിപ്പിൽ ട്രാൻസ്പെറൻസി, ഓണസ്റ്റി ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം ഞങ്ങൾ തെറാപ്പിക്കൊക്കെ പോകുന്നുണ്ട്. നിങ്ങള് ഒരു മാരേജിൽ എന്തോരൊക്കെ പ്രിപ്പറേഷൻ, അല്ല ഇതൊരു ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റ് ആണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഇത് ആക്ച്വലി റെഡ് ഫ്ലാഗ് ആണ്. എന്ത് to check your partner's phone constantly. Red flag engane, if that partner is cheating, it's not a red flag, it's that person identifying the truth. മനസ്സിലായോ? അപ്പൊ ഇതിൽ എന്താ ഗ്രീൻ ഫ്ലാഗ് റെഡ് ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ചീറ്റ് ചെയ്യുന്ന ആള് ചീറ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ പോയിട്ട് ഫോൺ ചെക്ക് ചെയ്താൽ നമ്മൾ റെഡ് ഫ്ലാഗോ? നമ്മളത് അറിയണല്ലോ. അതാണ് ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞ സാധനം കൊണ്ട് ഉദ്ദേശിച്ചത്. പക്ഷെ കല്യാണത്തിന് വേണ്ടി നിങ്ങളുടെ അടുത്തേക്ക് ഞാനൊന്ന് വരണ്ടേ? ഓരോ കാര്യങ്ങളൊക്കെ പഠിച്ചോണ്ടിരിക്കാണ്. ഡോണ്ട് റിപ്ലൈ ഫോർ 6 hours, ഗ്രീൻ ഫ്ലാഗ് ഓർ റെഡ് ഫ്ലാഗ്? ഡോണ്ട് റിപ്ലൈ ഫോർ 6 hours. 6 hours ഉറങ്ങുകയാണെങ്കിൽ കുഴപ്പമില്ല. സോറി, ഡസന്റ് റിപ്ലൈ ഫോർ 6 hours. ഉറങ്ങുകയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ റെഡ് ഫ്ലാഗ്. ഇമ്മീഡിയറ്റ്ലി റിപ്ലൈ ചെയ്യണം. ഗ്രീൻ ഫ്ലാഗ് ഓർ റെഡ് ഫ്ലാഗ് ഫോർ ഷാമി? ഇത് പേഴ്സണൽ സാധനമാണ്. എനിക്കത് കുഴപ്പമില്ല, ഗ്രീൻ ഫ്ലാഗ് ആണ്. വേറൊന്നും അല്ല, സാൻഡ്ര ആയതുകൊണ്ട് അല്ല, എന്തെങ്കിലും വെരി സ്ട്രോങ് റീസൺ ഉണ്ടാവും എന്തായാലും. അതെന്താന്ന് ചോദിച്ചപ്പ എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് എന്റെ മെസ്സേജിന് റിപ്ലൈ നിങ്ങളുടെ രണ്ടുപേരും മാത്രം കമ്പയർ ചെയ്താൽ മതി കേട്ടോ. ഞങ്ങൾ തന്നെ പറയുന്നത്, ഞങ്ങളുടെ ഇടയില പറയുന്നത്. ഗ്രീൻ ഫ്ലാഗ് ആണ്. ഹാസ് ലോട്ട്സ് ഓഫ് ഓപ്പോസിറ്റ് സെക്സ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഗ്രീൻ ഫ്ലാഗ് ഓർ റെഡ് ഫ്ലാഗ്? എനിക്കത് കുഴപ്പമില്ല. വി ആർ between us it's a green flag. പക്ഷേ കോമൺ ആയിരിക്കും നിങ്ങളുടെ ഫ്രണ്ട്സ്. ഞങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ കോമൺ ആണ്. എന്റെ ഫ്രണ്ട്സ് ആണ് ഇവന്റെ ഫ്രണ്ട്സ്. ഷാമിന്റെ ഫ്രണ്ട്സ് ആണ്. ഞങ്ങൾക്കായിട്ട് ഇപ്പൊ അല്ലാതെ ഫ്രണ്ട്സ് ഒന്നും ഇല്ല, എല്ലാം കോമൺ ഫ്രണ്ട്സ്. അങ്ങനത്തെ പ്രശ്നമില്ല. പക്ഷെ there are certain people who cross a boundary. അവരെ നിർത്തേണ്ടടുത്ത് നിർത്തണം. അതായത് some people who thinks that I have a chance at him or at her, അവരെ it's a red flag. Okay. Remembers tiny details, green flag or red flag? green flag ആണ്. Green flag ആണ്. Okay. Say sorry first, green flag or red flag? മീൻ ചെയ്തിട്ടാണോ എന്നുള്ളതാണ് അതിന്റെ ഇത്, അല്ലാതെ വേറെ ബാക്കി അല്ലെങ്കിൽ ഇറ്റ്സ് ജസ്റ്റ് mere words. നല്ലോണം പറഞ്ഞു. അതെ, ഞാൻ നല്ലോണം ആൻസർ പറയുന്നില്ലേ? ഇതൊക്കെ കറക്റ്റ് എക്സ്പ്ലനേഷൻ പോലെ ഉണ്ട്. എക്സ്പ്ലെയിൻ ചെയ്തല്ല, ഇത് എന്റെ ഉള്ളിൽ നിന്ന് വന്നതാണ്. ായിട്ട് പറഞ്ഞ് ഞാനിങ്ങനെ ഇവനോട് പറഞ്ഞു കൊടുക്കുന്നത്, അതായത് എപ്പോഴും പ്രശ്നം സോൾവ് ചെയ്യുന്നത് ഇവനാ. ഒരു പോയിന്റിൽ ഞാൻ പറഞ്ഞു, ഷാമി നീ എപ്പോഴും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നീ ആ പ്രശ്നമാണ് സോൾവ് ചെയ്യുന്നത്. ലെറ്റ്സ് നോട്ട് ഞാൻ ആക്ച്വലി സിറ്റുവേഷനാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇതൊന്നും എനിക്ക് അറിയില്ല. ഒരേ സിറ്റുവേഷനെ പിന്നെയും റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ അതേ സിറ്റുവേഷൻ വരുമ്പോ പിന്നെ സോൾവ് ചെയ്ത് പോയാൽ നമ്മൾ ഈ ലൂപ്പിൽ കിടന്ന് കളിക്കും. അതൊക്കെ അങ്ങനത്തെ ഇതൊക്കെ ഞങ്ങൾ ഈ അടുത്താണ്. അതാ ഞാൻ പറഞ്ഞത്, ഞങ്ങൾ ആക്ച്വലി തെറാപ്പിക്ക് പോയി കല്യാണം കഴിക്കാൻ പോകണല്ലോ, ഇനി ഇത് സീരിയസ് ആക്കണം. പക്ഷെ ഇതൊക്കെ നല്ല കാര്യമാണ്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഇത്രയും പ്രിപ്പറേഷൻ. നമ്മൾ ബേസിക്കലി എന്താ, നമ്മൾ വെഡിങ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് സെലിബ്രേഷൻ ആയിട്ടാണ് അത് കാണുന്നത്. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഒരു ലൈഫിൽ നോക്കി കാണുന്നുണ്ടല്ലോ, ലൈക്ക് തെറാപ്പി ചെയ്യുക അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഇത് ചെയ്യുക. അടിപൊളി കേട്ടോ. അത്രയും വേണ്ട. മറ്റേ ഇൻട്രോ പോലെയാ, ആരാണിവൻ. ഇല്ല പോയെ. നീഡ്സ് പേഴ്സണൽ സ്പേസ്, ഗ്രീൻ ഫ്ലാഗ് ഓർ റെഡ് ഫ്ലാഗ്? ഗ്രീൻ ഫ്ലാഗ്. നിങ്ങളുടെ ഇടയിലുണ്ടോ സ്പേസ്? നിങ്ങൾ സയാമി സർട്ടകളാണ്, പക്ഷെ എന്നാലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുറച്ച് സ്പേസ് വേണം ഇടയ്ക്ക്. അതെല്ലാ മനുഷ്യർക്കും വേണം. അതില്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്താലും ഒരു പോയിന്റ് കഴിയുമ്പോൾ സഫക്കേഷൻ വരും. ഓക്കെ. വെരി പൊസസീവ്,
ഗ്രീൻ ഫ്ലാഗ് റെഡ് ഫ്ലാഗ്? അതെനിക്കും റെഡ് ഫ്ലാഗ് ആണ്. റെഡ് ഫ്ലാഗ് ആണ്. ഓക്കെ. ഡസൻ പോസ്റ്റ് ദ റിലേഷൻഷിപ്പ് ഓൺലൈൻ, ഗ്രീൻ ഫ്ലാഗ് ഓർ റെഡ് റെഡ് ഫ്ലാഗ്? ഫ്ലാഗ്. റെഡ് ഫ്ലാഗ്. ഫോർ ഷാമിൻ? എനിക്ക് ഗ്രീൻ ഫ്ലാഗ്, എനിക്ക് അറിയില്ല, എനിക്ക് അത് അവരുടെ വ്യക്തി പേഴ്സണൽ സാധനമല്ലേ. അവിടെ എക്സ്പ്രഷൻ പക്ഷെ ഞാൻ ദേ, എല്ലാ ഫോട്ടോയും അല്ല എന്റെ പ്രൊഫൈലൊക്കെ മൊത്തം ഇവളായിരിക്കും. പക്ഷെ അതുകൊണ്ട് അത് ഞാൻ ചെയ്യാത്ത ആൾക്കാര്, എന്റെ കാര്യമല്ല പറഞ്ഞത്, ചെയ്യാത്ത ആൾക്കാരുടെ കാര്യത്തിൽ അല്ല അതിന് അവർക്ക് ഹിഡൻ അജണ്ട എല്ലാ തവണ ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിർബന്ധമില്ല. പക്ഷെ ചില ആൾക്കാരെ ഐ നോ യെസ്. അത് ഇവര് പോസ്റ്റ് ചെയ്യാത്തതിന്റെ റീസൺ ഇസ് ബിക്കോസ് ദേ ഹാവ് അതർ മോട്ടീവ്സ്. പക്ഷെ നമുക്കത് ജനറലൈസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അത് പേഴ്സൺ ടു പേഴ്സൺ പ്രൈവസി അവരുടെ ഒരു ഇത് വളരെ സബ്ജക്റ്റീവ് ആണ്. ആരെങ്കിലും ഒക്കെ മറച്ചു വെക്കാൻ വേണ്ടിയോ മറ്റോ ആണ് ഇത് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ റെഡ് ഫ്ലാഗ്, അല്ലാതെ ഗ്രീൻ ഫ്ലാഗ്. ഓക്കെ, ആ സെഗ്മെന്റും കഴിഞ്ഞിരിക്കുകയാണ്. താങ്ക്സ്. ഓക്കെ, സക്സസ്ഫുള്ളി നിങ്ങൾ അതും കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്.